ഇനിയുള്ള നമ്മളുടെ ജനറേഷൻ ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ഇതാണ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി സ്റ്റാർട്ട്സ് ഫ്രം അവർ ഹോം. നമ്മളുടെ വീട്ടിൽ നിന്ന്, നമ്മളുടെ ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ obviously the society will change. Just make a change. ഹായ്, ഹലോ. അപ്പൊ ഒരുപാട് നാളിന് ശേഷം ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നതാണ്. എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുട്ടി ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് റിലേറ്റബിൾ ടു ഇക്വാലിറ്റി. നമ്മൾക്ക് മെൻ വുമൺ എന്നുള്ള ഇക്വാലിറ്റിക്ക് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേഷൻ, ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമ്മൾക്ക് ഇക്വാലിറ്റി കിട്ടുന്നു എന്ന് ചോദിച്ചാൽ യെസ്, ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇക്വാലിറ്റി കിട്ടുന്നുണ്ട്. ബട്ട് ഫോർ ദ റിയൽ ഫാക്ട് നമുക്ക് ആ ഇക്വാലിറ്റി കിട്ടുന്നുണ്ടോ? ഇന്നും പ്രയോറിറ്റി മെന്നിനാണോ വുമണിനാണോ? ജുഡീഷ്യറിയിൽ നമ്മൾക്ക് ചിലപ്പോൾ വുമണിനായിരിക്കാം പ്രയോറിറ്റി കിട്ടുന്നത്. നമ്മൾക്ക് എല്ലാം പെൺകുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇൻസൈഡ് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയാണ് നമുക്ക് ഇക്വാലിറ്റി കിട്ടുന്നത്? എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 80-85% സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഫോർ ദ ഇക്വാലിറ്റി. സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഫോർ അവർ സെൽഫ്, ഫോർ അവർ സ്റ്റാൻഡ്. സോ നമ്മൾക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇക്വാലിറ്റി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതായത് നമ്മളുടെ ഇക്വാലിറ്റി നമ്മൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടോ? ആസ് എ ലൈക്ക് ഒരു മാരേജ്, ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ നമ്മളുടെ മാരേജ് ലൈഫിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഒരുപാട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈക്ക് എന്താ പറയാ, അവരുടെ ലൈഫ് അവർ ചൂസ് ചെയ്തു, അവരവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഇക്വാലിറ്റി ലൈഫിൽ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മള് ജസ്റ്റ് എന്താ പറയാ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രാവിലെ അമ്മ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ അന്ന് അച്ഛൻ കയറി ഫുഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും ഒരാൾ, നമ്മളുടെ സഹോദരനോ ഹസ്ബൻഡോ ആരെങ്കിലും കയറി അടുക്കളയിൽ രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാവാം, ഇല്ലെന്നല്ല, ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ഒരു 80-85% ആൾക്കാരൊന്നും ചെയ്യാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരവരുടേതായ പാട്ടൊക്കെ ചെയ്യുന്നു. അവിടെ അമ്മയാണ് രാവിലെ വീട്ടിൽ, അല്ലെങ്കിൽ ആരാണോ പെൺകുട്ടിയുള്ളത് അവരാണ് രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു സമയത്ത് പോലും നമ്മൾ വിചാരിക്കും, പണ്ട് ലൈക്ക് എന്താ കുറെ നാളുകൾക്കൊക്കെ മുമ്പാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പേരൻസ് പോലും നമ്മളുടെ ഒരു ബോയും ഗേളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവർക്ക് എപ്പോഴും ആൺകുട്ടികൾക്ക് കൂടുതൽ കഴിക്കാൻ കൊടുക്കണം, എന്തെങ്കിലും അവർ പുറത്തുപോയി ആഹാരം കഴിച്ചെങ്കിൽ അവർ പുറത്തു പോയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഇപ്പം നമ്മള് പെൺകുട്ടികളും ജോലി ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് വേണമല്ലോ എനർജി. അവർക്ക് മാത്രമല്ല, ജോലി കഴിഞ്ഞ് വന്ന് സ്ട്രഗിൾ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. എന്നാൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്ന ഫാമിലി ഉണ്ട്, ഇല്ലെന്നല്ല. സ്റ്റിൽ നമ്മൾ പോലും വിചാരിക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത് പോലും നമ്മൾ പെണ്ണിനെ തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹസ്ബൻഡ് വേണ്ട ഞാനൊന്ന് കഴിക്കട്ടെ, ഹസ്ബൻഡ് വേണമെങ്കിൽ അവനെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ, ഇത്ര ടൈം ആയില്ലേ, ആള് വർക്ക് കഴിഞ്ഞിട്ടൊക്കെ വന്നതല്ലേ, അപ്പൊ കൊണ്ടൊരു കാപ്പി കൊടുക്കുക, രാവിലെ എഴുന്നേക്കുമ്പോൾ കൊണ്ടുവന്ന് ബെഡ് കോഫി കൊടുക്കുക, അവർ കഴിക്കുന്ന പ്ലേറ്റുകൾ എടുത്തിട്ട് പോവുക. അവര് പാത്രം കഴുകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര അത്ഭുതമായ എന്തോ ഒരു ലോകത്ത് നിന്ന് എന്തോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലെയാണ്. എന്തോ ഒരു ഗേളാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ നോർമലാണ്. ഫോർ എ മാൻ ഒരു പാത്രം കഴുകുന്നത്, മുറ്റം അടിക്കുന്നത് കണ്ടാല്, അല്ലെങ്കിൽ നമ്മളുടെ വീട് ക്ലീൻ ചെയ്യുന്നത് കണ്ടാല്, ഡ്രസ്സ് കഴുകുന്നത് കണ്ടാൽ ഇതൊക്കെ അബ്നോർമലാണ്. ഇതൊക്കെ ഒരു ലേഡിയാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോർമൽ. അതിന് ആർക്കും ഒന്നും പറയാനില്ല, അതൊക്കെ നോർമലാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫീൽ ഇറ്റ് ഫ്രം യുവർ ഹോം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. മെന്ന് വുമൺ അവര് രണ്ട് ജെൻഡറാണ്. They are humans. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ തിരുത്താൻ തുടങ്ങിയാൽ സൊസൈറ്റി വിൽ ചേഞ്ച്. നമുക്കൊരു ബിഗ് ചേഞ്ച് കാണാൻ പറ്റും. നമ്മുടെ പഴയകാല ജനറേഷനിലെ അമ്മമാരെ ഒന്നും നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് നമ്മളുടെ ഇപ്പൊ വളർന്നു വരുന്ന നമ്മളുടെ ജനറേഷൻ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. എല്ലാ ഹസ്ബൻഡ്, എന്താ പറയാ, എല്ലാ സഹോദരന്മാരും ഇത് അറിയണം. അവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. ഇപ്പൊ ഒരു വീട്ടിലൊരു ലേഡി ഇല്ലെങ്കിൽ അന്ന് അവര് ഫുഡ് കഴിക്കില്ലേ? അതോ അവരൊരു ദിവസം മുഴുവൻ പട്ടിണി ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. അത്
അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കണ്ടേ. ഇപ്പൊ നമ്മള് ആഫ്റ്റർ മാരേജിൽ നമുക്ക് എന്താ ഒത്തിരി പേര് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മൾ ചെന്നാലും നമ്മൾ രാവിലെ എഴുന്നേക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ പാത്രം കഴുകിയിട്ട് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകണം, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം, ക്ലീൻ ചെയ്യണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, അത് അയൺ ചെയ്യണം, നമ്മളത് മടക്കി വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതൊക്കെ ആസ് എ ഗേൾ നമ്മൾക്ക് നോർമലാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതിന്റെ റിയാക്ഷൻ എന്താണ്? ഭയങ്കര അബ്നോർമൽ ആണ്. ആള് പാത്രം കഴുകുന്നു, നീ അവിടെ വെച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം കേട്ടോ, അവിടെ വെച്ചേക്ക്. വേണ്ട. ആഹാരം കഴിക്കുന്നിടത്ത് എടുത്തിട്ടൊന്ന് പോയാലോ? ആ പ്ലേറ്റ് പോയി എടുത്തിട്ടോ, അത് കഴിക്കാതെ അവൻ കഴിച്ചു കഴിഞ്ഞില്ലേ, ഇപ്പൊ എടുത്തിട്ടോ. പാത്രം നമ്മൾ കഴുകി വെക്കണം. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പ്ലേറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്ന ഈ ആള് ഈ പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് കഴിയുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അത് സ്വന്തമായി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബേർഡൻ ആണ് കുറയുന്നത്. അതിപ്പോ നമ്മളെ അമ്മമാർക്കാണെങ്കിലും ആ ബേർഡൻ അത്രയും കുറഞ്ഞു കിട്ടും. അതല്ല, നിങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാണ്. ഈ ഡംപ് ചെയ്യുന്നത് ആരാണ്? അമ്മയുണ്ടല്ലോ വീട്ടിലല്ലേ, ഭാര്യ ഉണ്ടല്ലോ വീട്ടിലല്ലേ. പക്ഷെ അതല്ലല്ലോ വേണ്ടത്. നമ്മൾ ചെയ്ത് ശീലിക്കണ്ടേ? ഇനിയുള്ള നമ്മളുടെ ജനറേഷൻ ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ഇതാണ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി സ്റ്റാർട്ട്സ് ഫ്രം അവർ ഹോം. നമ്മളുടെ വീട്ടിൽ നിന്ന്, നമ്മളുടെ ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒബ്വിയസ്ലി ദി സൊസൈറ്റി വിൽ ചേഞ്ച്. ജസ്റ്റ് മേക്ക് എ ചേഞ്ച്.